الحمد لله حمدا كثيرا طيبا مباركا لله الواحد القهار المؤمن الجبار المهيمن الغفار غافر الذنب وقابل التوبة له الكتاب إليه الإياب وعليه الحساب نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الناس أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم قل آمنوا به أو لا تؤمنوا إن الذين أوتوا العلم من قبله إذا يتلى عليهم يخرون للأذقان سجدا ആദരണീയരായ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, കാരുണ്യവാനായ അള്ളാഹുവിന്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ശ്രദ്ധിക്കണമെന്നും സൂക്ഷിക്കണമെന്നും തഖ്വയോടുകൂടെ ജീവിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്, ശക്തിയായി വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളുമനുസരിച്ച് ജീവിതങ്ങളെ ചിട്ടപ്പെടുത്തി നമ്മെ പിരിഞ്ഞ വിശ്വാസികളായ സഹോദരീ സഹോദരന്മാർ, അള്ളാഹു അവരുടെ ജീവിതങ്ങളിൽ വന്നുപോയ വീഴ്ചകൾ പുറത്തു കൊടുക്കുകയും കാരുണ്യവാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയും അവരെയും പരലോകത്ത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. അനുഗ്രഹീതമായ മാസമെന്നാണ് റമദാൻ മാസത്തെ പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിക്കുക. മുബാറക്കുൻ, ബർക്കത്താക്കപ്പെട്ട അനുഗ്രഹങ്ങൾ ഉൾക്കൊള്ളുന്ന അതിമഹത്തായ ഒരു മാസത്തിലും അതിന്റെ സമയങ്ങളിലുമാണ് നാം ഇപ്പോൾ മുന്നോട്ടു പോകുന്നത്. പരിശുദ്ധ റമദാൻ മാസം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിന്റെ അവതരണത്തെക്കുറിച്ച് പറയുകയും നിങ്ങൾക്ക് ഈ മാസത്തെ പവിത്രമായി, പരിശുദ്ധമായി, പാവനമായി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പഠിപ്പിക്കുകയും റമദാൻ മാസത്തെ ആദരിക്കാൻ അല്ലാഹു നമ്മളോട് ആവശ്യപ്പെടുകയും ചെയ്തു. പരിശുദ്ധ റമദാനിനോട് പരിപൂർണമായ ആദരവ് പുലർത്തുന്ന, അള്ളാഹുവിന്റെ കൽപ്പനകളെ പാലിക്കുന്ന, അള്ളാഹുവിന് കീഴൊതുങ്ങുന്ന സ്വാലിഹീങ്ങളിൽ, സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ നമ്മുടെ കുടുംബങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആളുകൾ സംശയം ചോദിക്കും, ഛർദി ഉണ്ടായാൽ നോമ്പ് മുറിയുമോ? അസുഖം വന്ന് ഇഞ്ചക്ഷൻ വെച്ചാൽ നോമ്പ് ബാത്തിലായി പോകുമോ? പല്ല് തേച്ചാൽ, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പല്ല് തേക്കാൻ പാടില്ല, അത് മക്രുഹാണ്, കറാഹത്താണ്, വെറുക്കപ്പെട്ടതാണ് എന്ന അധ്യാപനങ്ങളുണ്ട്, പണ്ഡിതന്മാർ പറഞ്ഞത് തന്നെയുണ്ട്. പക്ഷെ അത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വളരെ കൃത്യമായ സുന്നത്തിനെതിരായ ചില ബോധങ്ങളാണ്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാനുള്ള കാരണം നോമ്പെടുത്തവന്റെ വായയിലുണ്ടാകുന്ന മണത്തിന്റെ വ്യത്യാസം അള്ളാഹു അത് ഇഷ്ടപ്പെടുന്നു, കസ്തൂരിയേക്കാൾ സുഗന്ധമാണ് എന്നൊക്കെയുള്ള ഹദീസുകളിലെ പ്രയോഗം വെച്ചിട്ടാണ് നോമ്പുകാരൻ വായ മിസ്വാക്ക് ചെയ്തുകൂടാ എന്ന രീതിയിലുള്ള ധാരണകൾ ആളുകൾക്കിടയിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. ഞാനിത് പറയുന്നത് എന്റെ നോമ്പ് ഇങ്ങനത്തെ കാര്യങ്ങളെ കൊണ്ടോ കാരണങ്ങളെ കൊണ്ടൊക്കെ നഷ്ടപ്പെട്ടു പോകുമോ, അങ്ങനെ ആശങ്കപ്പെടുന്ന, ചോദ്യം ചോദിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിൽ നമ്മൾ എടുക്കുന്ന നോമ്പിനെ നഷ്ടപ്പെടുത്തുന്ന അവയവങ്ങളേതാണ് എന്ന ഒരു ഓർമ്മയാണ്, ചിന്തയാണ് സത്യവിശ്വാസികൾ എന്ന നിലക്ക് നമുക്കുണ്ടാവേണ്ടത്.
നിങ്ങൾ നോമ്പെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾക്ക് നോമ്പുണ്ടാകണം. ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ളൊരു ഉദ്ധരണിയാണ്. ആമാശയത്തിന് നോമ്പുണ്ട്, നമ്മളത് അനുഭവിക്കാറുണ്ട്. അന്നനാളത്തിന് നോമ്പുണ്ട്, നമ്മുടെ ചുണ്ടിനും നാവിനും നോമ്പുണ്ട്, നമ്മളത് അനുഭവിക്കാറുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങൾ നോമ്പെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾക്ക് നോമ്പുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. നിങ്ങളുടെ കാതുകൾക്ക് നോമ്പുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഒരു നോമ്പുകാരന്റെ സംസാരമേ നിങ്ങളിൽ നിന്നുണ്ടാകാവൂ. ഷഅബാനിൽ വർത്തമാനം പറയുന്നത് പോലെ നിങ്ങൾ റമദാനിൽ വർത്തമാനം പറയരുത്. ഷഅബാനിൽ കാതു കൊടുക്കുന്നത് പോലെ നിങ്ങൾ റമദാനിൽ കാതു കൊടുക്കരുത്. ഷഅബാനിൽ നിങ്ങൾ കാണുന്നത് പോലെ നിങ്ങൾ റമദാനിൽ കാണരുത്. റമദാനിന്റെ അന്തരീക്ഷത്തിൽ തന്നെ അല്ലാഹു വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടണം. അനുഗ്രഹീതമാണ് റമദാൻ മാസം എന്ന് പറയുന്നത്. നിങ്ങളെ തിന്മയിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ പിശാചില്ലാത്തതുകൊണ്ടാണ്. തെറ്റ് ചെയ്യിപ്പിക്കാൻ ദേഹേച്ഛ കൊണ്ട് തെറ്റ് ചെയ്യും, ശൈത്താന്റെ പ്രേരണ കൊണ്ടും തെറ്റ് ചെയ്യും. ശൈത്താൻ പ്രേരിപ്പിച്ച് തെറ്റ് ചെയ്യാൻ സത്യവിശ്വാസികൾക്ക് അവസരങ്ങളില്ല പരിശുദ്ധ റമദാനിൽ. പിശാചിന്റെ ഉപദ്രവമില്ലാതെ നമുക്ക് കാവലുണ്ടെന്ന് പറഞ്ഞ ദിനരാത്രങ്ങളിലാണ് നമ്മളുള്ളത്. എന്നിട്ടും നമ്മൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, കണ്ണ് തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നാവ് തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ തിന്മകൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അത് നമ്മുടെ ദേഹേച്ഛയുടെ അവനവന്റെ താല്പര്യങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ ഓരോന്ന് പോയി നിർവഹിച്ചു കൂട്ടുന്നതാണ്. പിശാചിനെ ബന്ധിപ്പിച്ചു. അക്ഷരാർത്ഥത്തിൽ റസൂൽ പറഞ്ഞതാണ്, പിശാച് വന്ന് നിങ്ങൾ എങ്ങോട്ടെങ്കിലും അത് തോന്നിപ്പിച്ച് ഇത് തോന്നിപ്പിച്ച് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്ന് നിങ്ങളെ പ്രേരിപ്പിച്ച് പിശാച് കൊണ്ടുപോകില്ല. അതല്ലാഹു പരിശുദ്ധ റമദാനിൽ നമുക്ക് നൽകുന്ന കാവലാണ്, സംരക്ഷണമാണ്. പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, ഈ റമദാൻ നമുക്ക് ഉപയോഗപ്പെടണം. പരിശുദ്ധ റമദാനിന്റെ ഏറ്റവും ആദ്യത്തെ വെള്ളിയാഴ്ചയിലാണ് നമ്മളുള്ളത്. ഇക്കൊല്ലത്തെ റമദാൻ നമുക്ക് ഫലപ്രദമാകണം. അള്ളാഹു പറഞ്ഞത് സ്വർഗം നൽകാനും നരകമോചനത്തിനും റമദാൻ കാരണമായി തീരുമെന്നാണ്. പരിശുദ്ധ റമദാനിലൂടെ, ഈ വർഷത്തെ റമദാനിലൂടെ സ്വർഗം കരസ്ഥമാക്കുന്നവരുടെ, നരകമോചനം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആകാശലോകത്തുനിന്നൊരു വിളിയാളം വരും റമദാനിൽ. ആകാശലോകത്തുനിന്നുള്ള ആഹ്വാനങ്ങൾ വരും പരിശുദ്ധ റമദാനാകുമ്പോൾ. നന്മ ആഗ്രഹിക്കുന്നവർ നിങ്ങൾ മുന്നോട്ട് വരിക. യാ ബാഗിയൽ ഖൈർ, എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യണം, സുഹൃതം ചെയ്യണം, ഇവിടുന്ന് അങ്ങോട്ട് നന്നായി ജീവിക്കണം, എന്റെ ജീവിതത്തെ സംസ്കരിക്കണം, ശുദ്ധീകരിക്കണം, എനിക്കൊന്ന് വൃത്തിയാകണം, ഒരു നല്ല മനുഷ്യനാകണം, ഒരു നല്ല മുസ്ലിമാകണം, എനിക്ക് തഖ്വയോടുകൂടെ ജീവിക്കണം, എനിക്ക് എന്റെ റബ്ബിനെ ഭയപ്പെട്ടും അവനെ കീഴ്പ്പെട്ടും ജീവിക്കണം. യാ ബാഇയൽ ഖൈർ, നന്മ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ മുന്നോട്ട് വരൂ. അഖ്ബിൽ, നിങ്ങൾ മുന്നോട്ട് വരൂ എന്ന വിളിയാളം ആകാശലോകത്ത് നിന്ന് പരിശുദ്ധ റമദാനിലുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തിന്മ ചെയ്യുന്നവരോട്, തെറ്റുകളിൽ പെട്ടുപോയവരോട് പരിശുദ്ധ റമദാനിൽ ആകാശലോകത്ത് നിന്നുള്ള ആഹ്വാനമുണ്ട്. അക്സിർ, അവസാനിപ്പിക്ക്, നിർത്ത്, മതിയാക്ക്, പിന്തിരിഞ്ഞു പോരൂ. നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന്, ചെയ്തു പോന്നുകൊണ്ടേയിരിക്കുന്ന തിന്മകളിൽ നിന്ന് നിങ്ങളത് മതിയാക്കി പിന്മടങ്ങൂ എന്ന ആഹ്വാനവുമായിട്ടാണ് പരിശുദ്ധ റമദാൻ കടന്നു വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വരിക. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കറുത്ത പാടുകളുണ്ടെങ്കിൽ, തെറ്റാണെന്ന് 100% ബോധ്യമുള്ള, ഉറപ്പുള്ള, കുറ്റബോധത്തോടുകൂടെ നിങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അക്സിർ, മതിയാക്കൂ, നിങ്ങൾ അത് അവസാനിപ്പിക്കൂ. നിങ്ങൾ ഇത് പറയാനാണ്, ഇത് നമ്മളോട് ആഹ്വാനം ചെയ്യാനാണ്. എല്ലാ നന്മകളിലേക്കും ധൃതിപ്പെട്ടു വരാനും എല്ലാ തിന്മകളിൽ നിന്നും പിന്മാറിപ്പോകാനും നമ്മളോട് ആഹ്വാനം ചെയ്യാനാണ് പരിശുദ്ധ റമദാൻ കടന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റമദാനിനെ ആ രീതിയിൽ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. ഷഹ്റു റമദാൻ, റമദാൻ മാസം അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. സഹോദരങ്ങളെ, അല്ലാഹു നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ച മഹാത്ഭുതത്തിന്റെ പേരാണ്
പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. മൂസാ നബി അലൈഹി ഇസ്ലാമയുടെ ജനത മൂസാ നബിയെ അവിശ്വസിക്കുമ്പോൾ, മൂസാ നബിയെ നിഷേധിക്കുമ്പോൾ, മൂസ പ്രവാചകനല്ലെന്ന് പറഞ്ഞ് തള്ളിക്കളയുമ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം വടി നിലത്തിടും, അത് പാമ്പായി മാറും, മറ്റു പാമ്പുകളെ വിഴുങ്ങും, അത്ഭുതം ആളുകൾ കാണും, ആളുകൾക്ക് വിശ്വാസം വരും. മൂസാ നബി അലൈഹി ഇസ്ലാം കൈ കക്ഷത്ത് വെക്കും, അത് വെളുത്ത നിറമുള്ളതായി മാറും, അത്ഭുതം. മൂസാ നബി അലൈഹി ഇസ്ലാം ജനങ്ങളെ കാണിക്കും, ആളുകൾക്ക് ഒരു സാധാരണ മനുഷ്യനല്ല, ഇത് പ്രവാചകനാണ് എന്ന് ആളുകൾക്ക് ബോധ്യപ്പെടും. മൂസാ നബി അലൈഹി ഇസ്ലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംശയമുന്നയിക്കുന്ന ആളുകളോട്, പ്രവാചകനല്ലെന്ന് വാദിക്കുന്നവരോട് മൂസാ നബി അലൈഹി ഇസ്ലാം മുഅ്ജിസത്തുകളിലൂടെ, തന്റെ ജീവിതകാലത്തെ അത്ഭുത പ്രവർത്തനങ്ങളിലൂടെ മൂസാ നബി അലൈഹി ഇസ്ലാം തന്റെ പ്രവാചകത്വം സ്ഥാപിക്കും. ഈസാ അലൈഹി ഇസ്ലാം വെള്ളപ്പാണ്ടുള്ളവരെ സുഖപ്പെടുത്തും. ഈസാ അലൈഹി ഇസ്ലാം മരിച്ചവരെ അള്ളാഹുവിന്റെ അനുവാദത്തോടുകൂടെ അവർക്ക് ജീവൻ കൊടുക്കും. ഈസാ അലൈഹി ഇസ്ലാം അദ്ദേഹത്തെ ധിക്കരിക്കുന്ന, നിഷേധിക്കുന്ന ആളുകളുടെ മുമ്പിൽ അള്ളാഹുവിന്റെ അനുവാദത്തോടുകൂടെ അത്ഭുതങ്ങൾ കാണിക്കും. നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂൽ ലോകാവസാനം വരെയുള്ള മനുഷ്യന്റെ മുമ്പിൽ ഉയർത്തിപ്പിടിച്ച, തന്റെ പ്രവാചകത്വത്തിന്റെ തെളിവായി ഉയർത്തിപ്പിടിച്ച അത്ഭുതത്തിന്റെ പേരാണ് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യരുടെയും മുമ്പിൽ, നിഷേധിക്കുന്നവന്റെ മുമ്പിൽ, ചോദ്യം ചെയ്യുന്നവന്റെ മുമ്പിൽ, തള്ളിക്കളയുന്നവന്റെ മുമ്പിൽ, പ്രവാചകത്വം, അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രവാചകത്വം അവഗണിക്കുന്നവന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ റസൂൽ ഉയർത്തിപ്പിടിച്ച അത്ഭുതത്തിന്റെ പേരാണ് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ഖുർആൻ, ആരെയാണ് ഖുർആൻ സ്വാധീനിക്കുന്നത് നമ്മുടെ കൂട്ടത്തിൽ നിന്ന്? അള്ളാഹു നമ്മളോട് വർത്തമാനം പറയുമ്പോൾ, അള്ളാഹു നമ്മളോട് സംസാരിക്കുമ്പോൾ, അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളോടും നമ്മുടെ തലച്ചോറിനോടും നേരിട്ട് റബ്ബ് വർത്തമാനം പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, അതെന്തേ നമ്മളെ സ്വാധീനിക്കാത്തത്? അള്ളാഹു വർത്തമാനം പറയുന്നു എന്നത് അതിന് വലിയ പ്രാധാന്യമുണ്ട്. അതിനാണ് പ്രാധാന്യമുള്ളത്. പരിശുദ്ധ ഖുർആൻ നമ്മൾ ഓതുമ്പോ എന്റെ റബ്ബ് എന്നോട് സംസാരിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ ഞാൻ ഓതുമ്പോ എന്റെ റബ്ബ് എന്നോട് വർത്തമാനം പറയുകയാണ്. ഖുർആൻ കലാമുല്ലാഹ്, അള്ളാഹുവിന്റെ സംസാരമാണ് പരിശുദ്ധ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു പറഞ്ഞു, നമുക്ക് ഉമ്മു ഐമനെ സന്ദർശിക്കാം. ഉമ്മു ഐമൻ ചെറുപ്പം മുതൽ റസൂലുള്ളാഹിനെ വളർത്തിക്കൊണ്ടുവന്ന ആമിന ബീവിയോടൊപ്പം ഉണ്ടായിരുന്ന വൃത്തിയായ ഉമ്മു ഐമൻ. അവർ വളർന്നു, റസൂൽ വളർന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി, ഇവർ വൃദ്ധയായി. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു ഐമൻ താമസിക്കുന്നിടത്ത് വലിയ പ്രായമുള്ളൊരു സ്ത്രീയാണ്. എപ്പോഴും റസൂൽ അവിടെ ചെല്ലും, അവരെ സന്ദർശിക്കും, സുഖവിവരങ്ങളൊക്കെ അറിയും, ആവശ്യമുള്ളതൊക്കെ ചെയ്തു കൊടുക്കും. ഉമർ ഇബ്നുൽ ഖത്താബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട്, അള്ളാന്റെ റസൂൽ എപ്പോഴും ഉമ്മു ഐമന്റെ അടുത്ത് പോവാറുണ്ട്, നമുക്ക് അവരെ ഒന്ന് സന്ദർശിക്കാം. അവർ രണ്ടുപേരും അള്ളാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും അടുത്ത രണ്ട് അനുയായികൾ. അവർ രണ്ടുപേരും ഉമ്മു ഐമന്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ, ഉമ്മു ഐമൻ ഇവരെ രണ്ടുപേരെയും കണ്ടപ്പോ അവരുടെ നിയന്ത്രണം വിട്ട് അവർ കരഞ്ഞുപോയി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമ്മു ഐമൻ, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? നാളെ പരലോകത്ത് നരകവും സ്വർഗവും തീരുമാനിക്കുമ്പോൾ സ്വർഗത്തിന്റെ വാതിലിൽ ആദ്യം മുട്ടുക, സ്വർഗവാതിലുകൾ ആദ്യമായി തുറക്കപ്പെടുക മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ റസൂലിന്റെ വഫാത്തിനെ കുറിച്ച് ഓർത്തിട്ടാണ്. സ്വർഗത്തിന്റെ വാതിൽ ആദ്യമായി തുറക്കപ്പെടുക അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. ആ പ്രവാചകന് വേണ്ടിയോ, ആ പ്രവാചകന്റെ വിയോഗത്തെക്കുറിച്ച് ഓർത്തോ നിങ്ങളുടെ വിലാപം? ഉമ്മു ഐമൻ പറഞ്ഞു, അള്ളാന്റെ റസൂലിന്റെ മരണത്തെക്കുറിച്ച് ഓർത്ത് ഞാൻ കരയാറില്ല. റസൂലിന്റെ മരണത്തെക്കുറിച്ച് ഓർത്ത് ഞാൻ കരയാറില്ല. എന്നെ വേദനിപ്പിച്ചത് നിങ്ങളെ കണ്ടപ്പോ ഞാൻ ഓർത്തുപോയത് റസൂലിനെ തന്നെയാണ്. റസൂലിന്റെ മരണം ഞാൻ ചിന്തിക്കുന്നത് അള്ളാന്റെ റസൂൽ മരിച്ചതോടുകൂടെ വഹ്യ് നിലച്ചില്ലേ, അതെന്നെ വേദനിപ്പിക്കുന്നു. അല്ല ഇനി നമ്മളോട് വർത്തമാനം പറയുന്നില്ലല്ലോ, റബ്ബിന്റെ സംസാരം ഇനിയില്ലല്ലോ.
അള്ളാഹുവിന്റെ കലാമ് നിലച്ചില്ലേ, അതെന്നെ വേദനിപ്പിക്കുന്നു എന്ന് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ. സഹോദരങ്ങളെ, അള്ളാഹു നമ്മളോട് വർത്തമാനം പറയുന്നു. എന്നോടും നിങ്ങളോടും ഈ നാട്ടിലെ നമ്മളോടൊപ്പമുള്ള, നമ്മൾ വോട്ട് ചെയ്ത ഒരു ഭരണാധികാരി നമ്മളോട് വർത്തമാനം പറയുമോ? നമ്മളോട് സംസാരിക്കാൻ ഒരല്പ സമയം കാണുമോ? നമ്മളൊന്ന് വേദനിക്കുമ്പോ നമ്മളോട് വന്ന് ആശ്വസിപ്പിക്കുമോ? വലിയ സംഘർഷം മനസ്സിനകത്ത് നമ്മൾ അനുഭവിക്കുമോ? നമ്മളെ വന്നിട്ട് കൗൺസിൽ ചെയ്തിട്ട് നമ്മളുടെ മനസ്സിനെ ആശ്വസിപ്പിച്ച് സമാധാനിപ്പിച്ച് നമ്മുടെ കൂടെ നിൽക്കുമോ? പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മളോട് വർത്തമാനം പറയാം. ഏത് ബേജാറും ഏത് അസ്വസ്ഥതയും എത്ര വലിയ ആശങ്കയും എന്തെല്ലാം പേടിയും ഏതൊക്കെ പ്രതിസന്ധിയും നമ്മുടെ മുമ്പിൽ വന്ന് കുമിഞ്ഞുകൂടി കുന്നായി വർദ്ധിച്ച് നമ്മളെ ഭീഷണിപ്പെടുത്തുമ്പോഴും പരിശുദ്ധ ഖുർആൻ അത് നമ്മൾ ഓതുമെങ്കിൽ, പരിശുദ്ധ ഖുർആൻ നമ്മൾ പഠിക്കുമെങ്കിൽ, ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുമെങ്കിൽ തീർച്ചയായും അത് നമ്മളെ സ്വാധീനിക്കും. ഖുൽ, നബിയെ പറയുക, ആമിനൂ ബിഹി, നിങ്ങൾക്ക് ഖുർആനിൽ വിശ്വാസം വേണം, നിങ്ങൾക്ക് ഖുർആനിൽ വിശ്വാസം വേണം. ഔ ലാ തുഅ്മിനു, ഇനി നിങ്ങൾ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ പോലും, ഇന്നല്ലദീന ഊത്തുൽ ഇൽമ മിൻ ഖബ്ലിഹി, ഖുർആനല്ലാത്ത, ഖുർആനിന് മുമ്പ് ബോധം നൽകപ്പെട്ടവർ, വേദം നൽകപ്പെട്ടവർ, അറിവ് നൽകപ്പെട്ടവർ, ഇദാ യുത്ലാ അലൈഹിം, അവരുടെ മേൽ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ, യഖിറൂന ലില്ലദ്ഖാനി സുജ്ജദ, അവർ അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിലായി വീഴും. വിശ്വാസമില്ലാത്തവന്റെ മുമ്പിൽ ഖുർആൻ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണെന്ന വിശ്വാസമില്ലാത്തവന്റെ മുമ്പിൽ ഖുർആൻ ഓതിക്കേൽപ്പിക്കപ്പെട്ടാൽ, അവന് ബോധമുണ്ടെങ്കിൽ, ഖുർആന്റെ വാക്കാണ്, അവന് അറിവുണ്ടെങ്കിൽ, ഊത്തുൽ ഇൽമ, അറിവ് നൽകപ്പെട്ടവരാണെങ്കിൽ, അവർ യഖിറൂന ലിൽ അദ്ഖാനി സുജ്ജദ, സാഷ്ടാംഗം ചെയ്ത് അവർ മണ്ണിൽ വീഴും, സുജൂദിലായി അവർ വീഴും. അവർക്ക് ബോധവും വിവരമുള്ളവരാണെങ്കിൽ. പരിശുദ്ധ ഖുർആൻ നമുക്കറിവുണ്ടെങ്കിൽ, നമുക്ക് ബോധമുണ്ടെങ്കിൽ, ചിന്തിക്കാനുള്ള കഴിവൊരൽപ്പം നമുക്കുണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആൻ നമ്മളെ സ്വാധീനിക്കും, നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കും. നമ്മളിൽ വലിയ പരിവർത്തനങ്ങളും വലിയ വലിയ മാറ്റങ്ങളും പരിശുദ്ധ ഖുർആനിനെ കൊണ്ടുണ്ടാകുമെന്നാണ് ഖുർആൻ തന്നെ സ്വയം ഒരുപാട് സംഭവങ്ങളിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയുക. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ ജീവിതം നമ്മുടെ മുമ്പിലുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചതിനെ പറ്റി മാത്രമല്ല, ഒരുപാട് സംഭവങ്ങളിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ പരിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ, ഖുർആൻ നേരെ പറഞ്ഞു, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ, പർവ്വതം, നല്ല കട്ടിയുള്ള പാറയാണ് പർവ്വതം എന്ന് പറയുന്നത്. പർവ്വതത്തിനാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതെങ്കിൽ ലറഅയ്തഹു ഖാശിയം മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ്, പേടി വരും. കല്ല് പേടിക്കുന്ന, പാറക്കല്ലിന് പേടി വരുന്ന സൂക്തങ്ങളാണ് ഖുർആനിലുള്ളത് എന്ന് ഖുർആൻ പഠിപ്പിക്കാൻ. കരിമ്പാറകൾക്ക് ഭയപ്പാട് തോന്നുന്ന അധ്യാപനങ്ങളാണ്, ആശയങ്ങളാണ് പരിശുദ്ധ ഖുർആനിലുള്ളത്. നമുക്കത് ബോധ്യപ്പെടാത്തതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ സ്വാധീനിക്കാത്തത്, നമ്മളിൽ മാറ്റങ്ങളില്ലാത്തത് പരിശുദ്ധ ഖുർആൻ നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വീടിന്റെ മുന്നിൽ ഒരു ചെറിയ പള്ളി ഉണ്ടാക്കി. ഫകാന യുസല്ലി ഫീഹി, ആ പള്ളിയിൽ അദ്ദേഹം നമസ്കരിക്കും. അദ്ദേഹം ഉണ്ടാക്കിയ അദ്ദേഹം നിർമ്മിച്ച വീടിന്റെ അടുത്തുള്ള ചെറിയ പള്ളി. വയഖ്റഉൽ ഖുർആൻ, എന്നിട്ട് അവിടെ ഇരുന്നിട്ട് അദ്ദേഹം ഖുർആൻ ഓതും. ഫയഖിഫു അലൈഹി നിസാഉൽ മുശ്രിക്കീൻ വഅബ്നാഉഹും, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതാൻ തുടങ്ങിയാൽ ആ ശബ്ദം കേട്ടിട്ട് മുശ്രിക്കുകളായ സ്ത്രീകളും കുട്ടികളും ഒക്കെ അതിന്റെ ചുറ്റും ഒരുമിച്ച് കൂടും. യഅജബൂന മിൻഹു വയൻദുറൂന ഇലൈഹി, അദ്ദേഹത്തിന്റെ ഈ പാരായണം കേട്ടിട്ട് അത്ഭുതത്തോടെ, അവർക്ക് അറബി അറിയാം, അവരത് കേട്ട അത്ഭുതത്തോടുകൂടെ അദ്ദേഹത്തിന്റെ ചുറ്റും ഒരുമിച്ച് കൂടും. വകാന അബൂബക്കർ റജുലൻ ബക്കാ, ബക്കാ എന്ന് പറഞ്ഞാൽ ഒരുപാട് കരയുന്ന പ്രകൃതിയുള്ള ആളായിരുന്നു അബൂബക്കർ സിദ്ദീഖ്. പെട്ടെന്ന് കരഞ്ഞു പോകുന്ന ഒരാളായിരുന്നു. ലാ യംലികു ഐനൈഹി ഇദാ ഖറഅൽ ഖുർആൻ, ഖുർആൻ ഓതാൻ തുടങ്ങിയാൽ കണ്ണുകൾ അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നില്ല, കരഞ്ഞു പോകും. ഖുറൈശികളുടെ കൂട്ടത്തിൽപ്പെട്ട മുശ്രിക്കുകളായ ആളുകളെ അത് വല്ലാതെ ഭയപ്പെടുത്തി. അബൂബക്കർ സിദ്ദീഖ് ഖുർആൻ ഓതാനിരുന്നാൽ ഖുർആൻ ഓതിയിട്ട് അദ്ദേഹം ഇങ്ങനെ കരയുന്നത് സത്യനിഷേധികളുടെ ഖുറൈശികളായ നേതാക്കന്മാരെ ഭയപ്പെടുത്തി.
എന്താ ഒരാളിരുന്നിട്ട് ഇങ്ങനെ ഒരു ഗ്രന്ഥം വായിച്ചിട്ട് ഒരാളിരുന്ന് കരയണമെങ്കിൽ, ഒരു പുസ്തകം വായിച്ചിട്ട് ഒരാളിരുന്ന് തേങ്ങി വിങ്ങിപ്പൊട്ടി കരയണമെന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണ്? സത്യനിഷേധികളായ നേതാക്കന്മാരെ അത് വല്ലാതെ ആശ്ചര്യപ്പെടുത്തുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്തു എന്നാണ് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുക. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുള്ളയുടെ മനാഖിബ് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ വിശദീകരിക്കാൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഒരാള് കഅബന്റെ അടുത്ത് വെച്ചിട്ട് സൂറത്തു തൂർ ഓതി അദ്ദേഹം നിസ്കരിക്കുകയാണ്, തഹജ്ജുദ് നിസ്കരിക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിന് സാക്ഷിയായി. അദ്ദേഹം ഇങ്ങനെ ഓതി വരുമ്പോ തീർച്ചയായും ഇന്ന അദാബ റബ്ബിക ലവാഖി ലൈസ ലഹു ദാഫിഅ ലൈസ ലഹു മിനല്ലാഹി ലൈസ ലഹു ദാഫിഅ, തീർച്ചയായും നിന്റെ രക്ഷിതാവിന്റെ ശിക്ഷ സംഭവിക്കുക തന്നെ ചെയ്യും, അതിനെ തടുക്കാൻ ഒരാളുമില്ല എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ കേട്ടപ്പോൾ കഅബയുടെ റബ്ബ് തന്നെയാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി. ഇന്ന അദാബ റബ്ബിക ലവാഖി, തീർച്ചയായും നിന്റെ രക്ഷിതാവിന്റെ ശിക്ഷയുണ്ടല്ലോ, അത് വന്ന് പതിക്കുക തന്നെ ചെയ്യും, അതിനെ തടുക്കാൻ അതിനെ പ്രതിരോധിക്കാൻ ഒരാളുമില്ല എന്ന് പറയുന്ന അർത്ഥമുള്ള രണ്ടായത്തുകളാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കേട്ടത്. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി. ഒരു മാസക്കാലം പുറത്തിറങ്ങാൻ കഴിയാതെ രോഗബാധിതനായി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കിടപ്പിലായി. ഒരു മാസത്തോളം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കിടപ്പിലായി. രോഗവിവരം അറിയാൻ ആളുകൾ വരും, സന്ദർശകരൊക്കെ വരും, പോവുകയും ചെയ്യുമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഉമറിന് അസുഖമുണ്ടായത്, എന്താണ് അദ്ദേഹത്തിന് രോഗം, എന്താണ്, എന്തുകൊണ്ടാണ് അദ്ദേഹം കിടപ്പിലായത് എന്ന ആളുകൾക്ക് അറിയുമായിരുന്നില്ല എന്ന് ചരിത്രത്തിൽ നമ്മൾ വായിക്കുകയാണ്. ഒരു മനുഷ്യൻ, ഞാനിത് നമ്മൾ കഥകളായി ഇതിനെ തള്ളിക്കളയരുത്. ഒരാള് പരിശുദ്ധ ഖുർആനിൽ നിന്ന് രണ്ടായത്ത് കേൾക്കുമ്പോ ഒരു മാസക്കാലം എഴുന്നേറ്റ് നിൽക്കാനാകാതെ രോഗിയായി മാറി എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുകയാണ്. എണീച്ചു നിൽക്കാൻ പറ്റാണ്ട് രോഗിയായി മാറുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തെങ്കിലും പറയുമ്പോ എന്താണ് അബൂബക്കർ താങ്കൾ പറഞ്ഞത് എന്ന് വീണ്ടും ചോദിക്കണം, എന്നാലേ കേൾക്കൂ. ഉമർ എന്തെങ്കിലും പറയുമ്പോ ചെവിയിൽ വന്നിട്ട് സ്വകാര്യം പറയുന്നത് പോലെയാണ്, പതിഞ്ഞ സ്വരത്തിലാണ് ഉമർ ഇബ്നു ഖത്താബ് സംസാരിക്കുക. ഇങ്ങനെ പറയുന്നുണ്ട് അബൂബക്കർ സിദ്ദീഖിനെ കുറിച്ചും ഉമർ ഇബ്നു ഖത്താബിനെ കുറിച്ചും ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആനിൽ നിന്ന്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബിയ്യി. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഒരു സംഘം ആളുകൾ വന്നു. അവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അവർ തിരിച്ചു പോകുമ്പോ അവരിൽ ഒരാളെ നേതാവാക്കാൻ വേണ്ടിയുള്ള ചർച്ച ഉണ്ടായി. ആ ചർച്ച വന്നപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് പറഞ്ഞു. ഉമർ ഇബ്നു ഖത്താബ് വേറൊരാളെ നിർദ്ദേശിച്ചു. ആളുകൾ പലരും പലരെ പറ്റി ഇങ്ങനെ പറഞ്ഞു. ഒരേ സമയം ആളുകൾ ഇങ്ങനെ റസൂലുള്ളാഹിന്റെ സദസ്സിൽ നിന്ന് സംസാരിച്ചപ്പോ ആളുകളുടെ ശബ്ദം ഉയർന്നു. അപ്പൊ പരിശുദ്ധ ഖുർആന്റെ ആയത്തിറങ്ങി. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബിയ്യി. അല്ലാഹുവിന്റെ റസൂലിന്റെ സാന്നിധ്യത്തിൽ നിങ്ങൾ സംസാരിക്കുമ്പോ നിങ്ങളുടെ ശബ്ദം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശബ്ദത്തെക്കാൾ ഉയരാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ അത് തീർച്ചയായും നിങ്ങളുടെ കർമ്മങ്ങളെ നിഷ്ഫലമാക്കുകയും പരലോകത്ത് നിങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോവുകയും ചെയ്യും എന്ന് പറയുന്ന ആയത്തുകൾ അവതരിപ്പിക്കപ്പെട്ടു. അതിനുശേഷമാണ് അബൂബക്കർ സിദ്ദീഖ് എന്തെങ്കിലും പറഞ്ഞാൽ അബൂബക്കർ താങ്കൾ എന്താണ് പറയുന്നത് എന്ന് ചോദിക്കണം. റസൂലുള്ളാഹിന്റെ ഒരു സദസ്സിൽ അല്ലാഹുവിന്റെ റസൂൽ ഉള്ളപ്പോ ഉമർ ഇബ്നു ഖത്താബ് ചെവിയിൽ സ്വകാര്യം പറയുന്നത് പോലെ മാത്രമാണ് വർത്തമാനം പറഞ്ഞത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് സ്വഹാബികൾ, സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് നമ്മെ സ്വാധീനിക്കുന്ന, നമ്മളിൽ മാറ്റമുണ്ടാക്കുന്ന, നമ്മളെ കഴുകിക്കളയുന്ന, നമ്മളെ വൃത്തിയാക്കുന്ന, എല്ലാ നിലക്കും ശുദ്ധീകരിക്കാനും സംസ്കരിക്കാനും കരുത്തും കെൽപ്പുമുള്ള ഗ്രന്ഥാണ് പരിശുദ്ധ ഖുർആൻ. അതിന്റെ കാരണം അതിലെ ഓരോ ഹറഫും അതിന്റെ ഓരോ അക്ഷരങ്ങളും പടച്ച റബ്ബിന്റേതാണ് എന്നതുകൊണ്ടാണ്. ദിവ്യത്വമുണ്ട് പരിശുദ്ധ ഖുർആനിന് എന്നതുകൊണ്ടാണ്. ഖുർആൻ ഓതിയാൽ ബർക്കത്തുണ്ട് എന്ന് പറയുന്നത് വെറുതെയല്ല. പരിശുദ്ധ ഖുർആൻ മനപ്പാടാക്കിയാൽ ബർക്കത്തുണ്ട് എന്ന് വെറുതെ പറയല്ല. ദിവ്യത്വമുള്ള അള്ളാഹുവിന്റെ സാന്നിധ്യമുള്ള ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അള്ളാഹുവിന്റെ കലാമാണ് പരിശുദ്ധ ഖുർആൻ. അള്ളാഹുവിന്റെ വാക്കുകളാണ് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു നമ്മളോട് വർത്തമാനം പറയുകയാണ്.
പരിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ ഓരോരുത്തരോട് ആരൊക്കെ ഖുർആൻ ഓതുന്നുവോ അവരോടൊക്കെ അള്ളാഹു സംസാരിക്കുന്നു. ആരൊക്കെ ഖുർആൻ ഓതാതിരിക്കുന്നുവോ അവരൊക്കെ അള്ളാഹുവിന്റെ സംസാരത്തെ അവഗണിക്കുന്നു. നമ്മുടെ ഈ നാട്ടിലെ ഒരു വലിയ പണ്ഡിതൻ, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ആഴത്തിൽ വിജ്ഞാനവും അറിവും ധാരണയും അനുഭവ സമ്പത്തൊക്കെ ഉള്ള ഒരാള്, ഒരു മഹാമനുഷ്യൻ, ഒരു 10 മിനിറ്റ് അദ്ദേഹത്തൊന്ന് സംസാരിക്കാൻ കിട്ടിയാൽ, അയാളുടെ കൂടെ ഒരു 10 മിനിറ്റ് നമ്മൾ ഇരുന്നാൽ, ഒരു 10 മിനിറ്റ് അയാളുമായിട്ട് വർത്തമാനം പറയാൻ നമുക്ക് ആർക്കെങ്കിലും ഒരു സന്ദർഭം ലഭിച്ചാൽ നമ്മളൊക്കെ ഉപയോഗപ്പെടുത്തും. രാജാതിരാജനായ റബ്ബ്, കാരുണ്യം, നമുക്കെല്ലാ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും കാരുണ്യം നൽകുന്ന റബ്ബ് നമ്മളോട് വർത്തമാനം പറയാം. ആ വർത്തമാനമാണ് തുറക്കാതെ, ആ വർത്തമാനങ്ങളാണ് 2 ചട്ടക്കുള്ളിൽ തുറക്കാതെ നമ്മൾ എടുത്തു വച്ചിട്ടുള്ളത്. ആ വർത്തമാനമാണ് എത്രയോ കാലങ്ങളായി നമ്മളാരും കേൾക്കാതെ അടഞ്ഞു കിടക്കുന്നത്. ആ വർത്തമാനമാണ് അവഗണിക്കപ്പെടുന്നത്, ശ്രദ്ധിക്കാത്തത്. എന്റെ വാപ്പ എന്നോട് സംസാരിക്കുന്നത് ഞാൻ അവഗണിക്കുന്നുവെങ്കിൽ, വാപ്പ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയുന്നു, ഞാനത് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ, എന്റെ ഉമ്മ ഇരുന്ന് എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നു, ഞാനത് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ, ഒരു ഭർത്താവ് ഇരുന്ന് പറയുമ്പോ അത് ഭാര്യ അതിന് ചെവി കൊടുക്കുന്നില്ലെങ്കിൽ, അധ്യാപകനിരുന്ന് പറയുമ്പോ കുട്ടികൾ അതിന് ചെവി കൊടുക്കുന്നില്ലെങ്കിൽ, സഹോദരങ്ങളെ, അള്ളാഹു നമ്മളോട് സംസാരിക്കുന്നു. പരിശുദ്ധ ഖുർആൻ തുറക്കാത്തവർ, അത് ഓതാത്തവർ, അത് പഠിക്കാത്തവർ, അത് പാരായണം ചെയ്യാത്തവർ അവഗണിക്കുന്നത് അള്ളാഹുവിനെയാണ് അവഗണിക്കുന്നത്. തീർച്ചയായും മനുഷ്യരുടെ കൂട്ടത്തിൽ പരിശുദ്ധ ഖുർആനിനെ പരിഗണിക്കുന്നവരും അവഗണിക്കുന്നവരുമുണ്ട്. എന്താണ് ഖുർആനിനുള്ള പരിഗണനയും എന്താണ് ഖുർആനിനുള്ള അവഗണനയും? ഒന്നാമത്തെ പരിഗണന പരിശുദ്ധ ഖുർആനിന് ഖുർആൻ കേൾക്കലാണ്. പരിശുദ്ധ ഇസ്തിമാഉൽ ഖുർആൻ, അത് ഖുർആനിനുള്ള ഏറ്റവും വലിയ പരിഗണനയാണ്. ഖുർആൻ നമ്മൾ കേൾക്കണം, പരിശുദ്ധ ഖുർആൻ കേൾക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെ രീതി ഉണ്ടായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ ഖുർആൻ കേൾക്കും, മറ്റുള്ളവരെ കൊണ്ട് ഖുർആൻ ഓതിപ്പിച്ച് അതിരുന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നന്നായി ശ്രദ്ധിച്ച് കേൾക്കുന്ന ഒരു രീതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. പരിശുദ്ധ ഖുർആനിൽ 4-ാം അധ്യായം സൂറത്തുൻ നിസാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിപ്പിച്ച് അത് കേൾക്കുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾ അങ്ങനെ ഓതുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്ന് കേൾക്കുമായിരുന്നു. നന്നായി ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയുന്ന, നല്ല ശബ്ദത്തിൽ ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയുന്ന, ആകർഷണീയമായി ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയുന്ന ആളുകളെ കാണുമ്പോൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഖുർആൻ ഓതാനും അത് കേട്ടിരിക്കാനും റസൂല് സമയം കണ്ടെത്തുമായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രവാചക തിരുമേനിയിൽ വിശ്വസിക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു അത്ഭുതം കണ്ടിട്ടാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിലുണ്ടായ ഒരു അത്ഭുതം കണ്ടിട്ടാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നത്. ആടുകളെ മേയ്ക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് പാല് വേണം എന്നാവശ്യപ്പെടുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഈ ആടുകളുടെ ഉടമസ്ഥനല്ല, ഞാനിതിന്റെ ഇടയൻ മാത്രമാണ്. ഉടമ വേറെയാണ്, ഞാനിതിനെ നോക്കാൻ ഏൽപ്പിക്കപ്പെട്ട ഇടയൻ മാത്രമാണ്. അതുകൊണ്ട് താങ്കൾക്ക് എത്ര ദാഹമുണ്ടെങ്കിലും ഇവിടുത്തെ ഒരു ആടിനെ കറന്ന് താങ്കൾക്ക് പാല് തരാൻ എനിക്കതിന് അനുവാദമല്ല, ഇത് എന്റെ മുതലല്ല എന്ന് പറയാം. ആ സത്യസന്ധത അല്ലാഹുവിന്റെ റസൂൽ വല്ലാതെ ഇഷ്ടപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനോട് പറഞ്ഞു, ആണാടിന്റെ സ്പർശനമേറ്റിട്ടില്ലാത്ത, ഒരാണാട് തൊട്ടിട്ടില്ലാത്ത ഒരു ചെറിയ പെടക്കുട്ടിയെ, ചെറിയൊരു ആട്ടിൻകുട്ടിയെ കൊണ്ടുവരണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് അത് സമ്മതിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ ആ ആട്ടിൻകുട്ടിയുടെ അകിട് ഇങ്ങനെ തടവി അത് പാല് ചുരത്തുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതൊന്ന് കറന്നെടുക്കുകയും റസൂൽ കുടിക്കുകയും സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹു നൽകുകയും അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് നൽകുകയും ചെയ്തു. ഈ അത്ഭുതം കണ്ടിട്ടാണ്, നേർക്ക് നേരെ ഈ അത്ഭുതത്തിന് സാക്ഷിയായിട്ടാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പിന്നെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലെ വലിയ ഖാരിയായി മാറുക, അങ്ങേയറ്റം ആകർഷണീയമായ വിധം ഖുർആൻ ഓതുന്ന വലിയ പാരായണക്കാരനായി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മാറുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അടുത്ത് എന്നിട്ട് റസൂൽ പറഞ്ഞു, സൂറത്തുൻ നിസാ ഓതാൻ 4-ാം അധ്യായം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അങ്ങേക്കിറങ്ങിയ ഖുർആൻ ഇതാദ്യം കേൾക്കുന്നതും അവതരിപ്പിക്കപ്പെടുന്നു താങ്കൾക്കാണ്, അത് ഞാൻ ഓതി കേൾപ്പിക്കണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മറ്റൊരാളുടെ നാവിലൂടെ അതൊന്ന് കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ അദ്ദേഹം ഓതി. പരിശുദ്ധ ഖുർആനിൽ 4-ാം അധ്യായം സൂറത്തുൻ നിസാ 41-ാമത്തെ ആയത്തെത്തുമ്പോൾ ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിനാ ബിക അലാ ഹൗലായി ഷഹീദ. നബിയോട് നേർക്ക് നേരുള്ള ഒരു ചോദ്യമാണ് 4-41 സൂറത്തുൻ നിസായിലെ 41-ാമത്തെ ആയത്ത്. നേർക്ക് നേരെ നബിയോടുള്ള ഒരു ചോദ്യമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. അല്ലാഹുവിന്റെ റസൂലിനോട് എങ്ങനെ ഉണ്ടാകും നബിയെ? ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ, എല്ലാ സമുദായങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർ അതാത് സമുദായങ്ങളുടെ സാക്ഷിയായി രാജാതിരാജനായ റബ്ബിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുമ്പോ വജിനാ ബിക അലാ ഹൗലായി ഷഹീദ, അങ്ങയുടെ സമുദായത്തിന്റെ സാക്ഷിയായി താങ്കളും റബ്ബിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുമ്പോ ആ സന്ദർഭം എങ്ങനെ ഉണ്ടാകും നബിയെ എന്ന ചോദ്യമാണ്. നാളെ പരലോകത്ത് റബ്ബിന്റെ മുമ്പിൽ തന്റെ ഉമ്മത്തിന് സാക്ഷി പറയാൻ വേണ്ടി ഹാജരാക്കപ്പെടുന്ന രംഗത്തെക്കുറിച്ചാണ് സൂറത്തുൻ നിസായിലെ 41-ാമത്തെ ആയത്തിലെ ചോദ്യം. അള്ളാന്റെ പ്രവാചകൻ വിതുമ്പി കരഞ്ഞുപോയി. പറയാൻ കഴിയുന്നില്ല. റസൂൽ കൈകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ചു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ഓത്തു നടത്താൻ കയ്യിന്റെ ആംഗ്യം കണ്ടപ്പോഴാണ് അദ്ദേഹം ശ്രദ്ധിച്ച് റസൂലിനെ നോക്കിയത്. അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ പൊട്ടിക്കരയുന്നു. ഒരു മനുഷ്യൻ എന്തിനാണ്, നമ്മൾ ആലോചിക്കുക, ഒരാൾ എന്തിനാണ് ഒരു ഗ്രന്ഥം വായിച്ചിട്ട് ഒരു വചനം കേട്ടിട്ട് ഒരു മനുഷ്യൻ എന്തിനാണ് കരയുന്നത്? എങ്ങനെയാണ് മനുഷ്യരുടെ മനസ്സുകൾക്ക് ഇത് ഇത്ര വലിയ സ്വാധീനമുണ്ടാക്കുന്നത്? ഇത് റബ്ബിന്റേതാണ്, അള്ളാഹുവിന്റേതാണ്. ഈ ഗ്രന്ഥം എന്ന് പറയുന്നത് അള്ള വർത്തമാനം പറയാണ്. ഇത് പൂർണ്ണമായി പടച്ച റബ്ബിന്റേതാണ് എന്ന വിശ്വാസം എന്ന് നമ്മളെ സ്വാധീനിക്കുന്നുവോ അന്ന് ഖുർആൻ നമ്മളെ വഴി നടത്തും. അന്ന് ഖുർആൻ നമ്മളെ കൽപ്പിക്കും. അന്ന് ഖുർആൻ നമ്മളോട് വിരോധിക്കും. അന്ന് ഖുർആൻ നമ്മളെപ്പെഴുന്നേൽക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ തീരുമാനിക്കും. നമ്മൾ എന്തൊക്കെ സമ്പാദിക്കണമെന്ന് പിന്നെ ഖുർആൻ തീരുമാനിക്കും. നമ്മൾ എങ്ങനെ ചെലവഴിക്കണമെന്ന് പിന്നീട് ഖുർആനാണ് തീരുമാനമെടുക്കുക. നമ്മൾ ഈ നാട്ടിലെ മനുഷ്യരോട് എങ്ങനെ പെരുമാറണമെന്ന് പിന്നെ ഖുർആൻ തീരുമാനിക്കും. അടക്കങ്ങളും അനക്കങ്ങളും ഖുർആൻ നമ്മളോട് പറയും. അങ്ങനെ ഖുർആൻ ഓരോ സെക്കൻഡും നമ്മളെ സ്വാധീനിച്ച് നമ്മുടെ പിന്നാലെ കൂടാൻ മാത്രമുള്ള ദൈവികമായ കരുത്തുള്ള ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അങ്ങനെയുള്ള ഒരു അടുപ്പമാണ്, ആ രൂപത്തിലുള്ളൊരു ബന്ധമാണ്, ആ രീതിയിലുള്ളൊരു സാമീപ്യമാണ് പരിശുദ്ധ ഖുർആനുമായി വിശ്വാസികൾ എന്നുള്ള നിലക്ക്, മുഅ്മിനീങ്ങൾ എന്നുള്ള നിലക്ക്, സത്യവിശ്വാസികൾ എന്നുള്ള രീതിയിൽ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടത്. ഖുർആൻ നമ്മൾ ഓതുക, പരിശുദ്ധ ഖുർആൻ പഠിക്കുക, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, ഖുർആനിനെ പറ്റി ചിന്തിക്കുക, എന്താണ് ഖുർആൻ പറയുന്നത് എന്നതിനെ കുറിച്ച് ആലോചിക്കുക, അല്ലാഹ് എന്താണ് പറയുന്നത് എന്നതിനെ കുറിച്ച് ഇങ്ങനെ നമ്മുടെ മനസ്സിലിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കുക. ഇതൊക്കെ വിശ്വാസികൾ എന്നുള്ള നിലക്ക്, മുഅ്മിനീങ്ങൾ എന്നുള്ള നിലക്ക് നമ്മുടെ ബാധ്യതയാണ്. അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, ഭയപ്പെടുന്ന, റബ്ബിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചുമനുസരിച്ചും പാലിച്ചും ജീവിക്കുന്ന സ്വാലിഹീങ്ങളിൽ അള്ളാഹു കുടുംബസമേതം നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകും. അൽഹംദുലില്ലാഹ്, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ശക്തിയായി വസിയത്ത് ചെയ്യുക. പരിശുദ്ധ ഖുർആനുമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരികയും പരിശുദ്ധ ഖുർആൻ നിരന്തരം ആളുകളെ ഓതിക്കേൾപ്പിക്കുകയും ഖുർആൻ കൊണ്ട് ലോകത്ത് ഇന്നും ചരിത്രം നോക്കി അത്ഭുതപ്പെടുന്ന വലിയ മാറ്റങ്ങളും പരിവർത്തനങ്ങളും ഈ ഒരു ഗ്രന്ഥം ഉപയോഗിച്ച് നിർവഹിക്കുകയും ചെയ്തയാളാണ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ ഖുർആനിലേക്കുള്ള ഒരു തിരിച്ചുപോക്കല്ലാതെ, ഒരു മടക്കമല്ലാതെ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒന്നും പരിഹാരങ്ങളില്ല എന്നൊരു ബോധ്യം വിശ്വാസികൾ എന്നുള്ള നിലക്ക് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ഈ മാസത്തിൽ, ഖുർആനുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാനും അറിയാനും കഴിയേണ്ടതുണ്ട്. എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് നമ്മൾ അനുഭവിക്കുന്ന സകലമാന പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരങ്ങളാണ്. നമുക്ക് ദീനിൽ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അനന്തരാവകാശ സ്വത്ത് വീതം വെക്കുക, അത് ഖുർആനിലുണ്ടാവും.
എങ്ങനെയാ നിസ്കരിക്കുക, ഉംറക്ക് എങ്ങനെയാ, ഹജ്ജ് എന്താണ്, അത് ഖുർആനിലും അതിന്റെ വിശദീകരണങ്ങളിലും ഉണ്ടാവും. അങ്ങനെയല്ല, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട, മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും നമ്മൾ അഭിമുഖീകരിക്കുന്നുവോ അതിന്റെ എല്ലാം പരിഹാരങ്ങൾ അള്ളാഹു പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് ഇന്നഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലത്തി ഹിയ അഖ്വം. ഏറ്റവും ശരിയായ, ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് കാഴ്ചവെക്കാനുള്ള മാർഗദർശനമാണ് അള്ളാഹു നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചു തന്നത്. പടച്ചോ നിങ്ങൾക്ക് ഇറക്കി തന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും പരിപൂർണമായ കൃത്യമായൊരു വെളിച്ചം നൽകാനുള്ള ഗ്രന്ഥമാണ് അള്ളാഹു നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ളത്. ഒട്ടനേകം പ്രശ്നങ്ങളുടെ ഇടയിലാണ് ഒരിക്കലും കേൾക്കാൻ നമുക്കിഷ്ടമോ ആഗ്രഹമോ ഇല്ലാത്ത, ആവർത്തിക്കപ്പെടരുതേ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരുപാട് സംഭവങ്ങളാണ് അടുത്ത ദിവസങ്ങളിൽ മുസ്ലിം ഉമ്മത്തിന്റെ വലിയ പ്രാതിനിധ്യമുള്ള, അല്ലെങ്കിൽ മുസ്ലിം കുടുംബങ്ങളിൽ മാത്രമുള്ള, കേൾക്കരുതേ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകുന്ന ഒരുപാട് വാർത്തകളാണ് നമുക്ക് കേൾക്കേണ്ടി വന്നത്. ഒരു 5 പേരെ 6 പേരെയൊക്കെ കൊല്ലാൻ ഒരു ചെറുപ്പക്കാരൻ, ഒരു യുവാവ് എന്ന് പറയാൻ പ്രായമായിട്ടില്ലാത്ത ഒരാൾ, ഒരു യുവാവെന്ന് പറയാൻ പ്രായമായിട്ടില്ലാത്ത നമ്മുടെ ഉമ്മത്തിൽപ്പെട്ട, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട നമ്മുടെ ഒരു കുട്ടി എന്ന് പറയണം. നമ്മളിപ്പോ നമുക്കവൻ വെറുക്കപ്പെട്ടവനും കുറ്റവാളിയും വലിയ വിരോധമുള്ളവനും ഉമ്മാനെ കൊന്നവനും അനുജനെ കൊന്ന ക്രൂരനും എളാപ്പാനെ കൊന്ന അക്രമിയും ഇളയമാനെ കൊന്ന ദുഷ്ടനൊക്കെയാണ് ആ ഒരു ചെറുപ്പക്കാരൻ. നമ്മുടെയൊക്കെ കണ്ണിൽ അങ്ങനെ ഒരു പിക്ചറാണ് ആദ്യമായി അങ്ങനെ ഒരു കുട്ടിയെ നമ്മൾ കാണുന്നത്. അങ്ങനെ ഒരു ചിത്രത്തോടു കൂടെയാണ് അങ്ങനെ ഒരു കുട്ടി രൂപപ്പെടുന്നത്. അതേതോ കുടുംബത്തിൽ, ഏതോ ഒരു ഗൾഫുകാരന്റെ, ഒരു പ്രവാസിയുടെ, ഒരു മകന്റെ, ആ വീട്ടിലെ ജീവിതത്തിന്റെ, കുത്തഴിഞ്ഞ ജീവിതത്തിന്റെ എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയാം. സമാനമായ സംഭവങ്ങൾ നമ്മുടെ വീടുകളിലേക്ക് വരാതിരിക്കാൻ, നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് വരാതിരിക്കാൻ, നമ്മുടെ കുടുംബങ്ങളിലേക്ക് വരാതിരിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് എന്ത് വേലിക്കെട്ടാണ്, ഏത് തരത്തിലുള്ള സംരക്ഷണമാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. ഒപ്പം പഠിക്കുന്ന 5-8 പേർ ചേർന്നൊരു കുട്ടിയെ ക്രൂരമായി ഇഞ്ചിഞ്ചായി കുത്തിക്കൊലപ്പെടുത്തുക എന്ന് പറയുന്നത് കിട്ടുന്ന മാരകമായ ആയുധങ്ങൾ കൊണ്ടൊക്കെ തലക്കടിച്ച് കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയെ കൊല്ലാൻ 10ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ 9ലോ 11ലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് മനസ്സു വരിക എന്ന് പറയുന്നത് ആ കുട്ടികളുടെ മാത്രം കുറ്റമല്ല എന്ന വലിയ പാഠമാണ് ആദ്യം നമുക്കുണ്ടാവേണ്ടത്. നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ എളുപ്പമാണ്, അവർക്കെതിരെ മുദ്രാവാക്യം വിളിക്കാനും അവരെ തുറങ്കിലിൽ അടക്കണമെന്ന് പറയാനും അവരെ കൊണ്ട് പരീക്ഷ എഴുതിപ്പിക്കരുത് എന്ന് മുദ്രാവാക്യം വിളിക്കാനൊക്കെ എളുപ്പമാണ്. എങ്ങനെ അങ്ങനെ കുറെ കുട്ടികൾ ഉണ്ടാകുന്നു എന്ന് ചിന്തിക്കാൻ, അതും കുറെ ഉമ്മമാർ പ്രസവിച്ച മക്കളാണ്, അതും ഏതൊക്കെയോ വാപ്പമാരുടെ മക്കളാണ്, അതും ഈ ഉമ്മത്തിന്റെ, മുസ്ലിം ഉമ്മത്തിന്റെ ഭാഗമാണ്. അങ്ങനെ ഒരു 5 കുട്ടികളോ തിരുവനന്തപുരത്ത് ഒരു കുട്ടിയോ ഏതെങ്കിലും നാട്ടിൽ വേറൊരു കുട്ടിയോ അങ്ങനെ ഒറ്റപ്പെട്ട സംഭവമായി ഇതിനെങ്ങനെ നോക്കിക്കാണരുത്. അടിയന്തരമായി വളരെ ഗൗരവത്തോടുകൂടെ എന്റെ കുടുംബത്തിലേക്ക് ലഹരിയെപ്പോലെയുള്ള വിപത്തുകൾ വരാതിരിക്കാൻ, എന്റെ കുടുംബത്തിൽപ്പെട്ട ആൺകുട്ടികളും പെൺകുട്ടികളും പഴച്ചു പോകാതിരിക്കാൻ, നശിച്ചു പോകാതിരിക്കാൻ, അപകടങ്ങളിലും അധാർമികതകളിലും അസാൻമാർഗിക പ്രവർത്തനങ്ങളിലും അകപ്പെട്ടു പോകാതിരിക്കാൻ ഒരു വലിയ കമ്പിവേലി കെട്ടി എന്റെ കുടുംബത്തെ, എന്റെ മക്കളെ, എന്റെ പേരക്കുട്ടികളെ ഞാൻ സംരക്ഷിക്കേണ്ടതുണ്ട്. നമ്മളങ്ങനെ ചിന്തിക്കണം. എങ്ങനെയാ സംരക്ഷിക്കാൻ കഴിയുക? ഏത് വാപ്പാന്റെ കയ്യിലാണ്? ഏത് ഉമ്മയുടെ അടുത്താണ്? എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനിത് ആത്മാർത്ഥമായി സന്ദർഭത്തിനനുസരിച്ച് മനസ്സ് തട്ടി ചോദിക്കുന്ന ചോദ്യമാണ്. സമാനമായ സംഭവങ്ങൾ നമ്മുടെ വീട്ടിലേക്കോ നമ്മുടെ കുടുംബത്തിലേക്കോ നമ്മുടെ ഗ്രാമത്തിലേക്കോ നമ്മുടെ പ്രദേശത്തേക്കോ ഒക്കെ വരാതിരിക്കാൻ ഏത് തരത്തിലുള്ള സംരക്ഷണ കവചമാണ് നമ്മുടെ മുമ്പിലുള്ളത്? ഞാൻ പറയും, ആ സംരക്ഷണ കവചത്തിന്റെ പേരാണ് പരിശുദ്ധ ഖുർആൻ എന്ന്. പരിശുദ്ധ ഖുർആൻ എന്ന് അള്ളാഹു നമുക്കിറക്കി തന്ന സംരക്ഷണ കവചത്തിന്റെ പേരാണ് പരിശുദ്ധ ഖുർആൻ. എന്റെ മക്കൾക്ക് അള്ളാഹുവെ നല്ല ബുദ്ധി തോന്നിക്കണേ. അങ്ങനെ പ്രാർത്ഥിക്കാത്ത ഒരു വാപ്പയും ഈ പള്ളിയിൽ ഇരിക്കുന്നില്ല. എന്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ഉമ്മമാരും ഞാൻ 5 നേരത്തെ പ്രാർത്ഥനയിലും എന്റെ മക്കൾക്ക് നല്ല ബുദ്ധി കൊടുക്കണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോ, പടച്ചോൻ എന്റെ കുട്ടികളെ കാത്തോളണേ, പടച്ചോൻ എന്റെ കുട്ടിക്ക് നീ നല്ല ബുദ്ധി തോന്നിക്കണേ, എന്റെ കുട്ടി ഏതെങ്കിലും തെറ്റായ കൂട്ടുകെട്ടിൽ പോകരുതേ, അള്ളാഹു എന്റെ കുട്ടിയെങ്ങാനും പഴിച്ചു പോകരുതേ, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു പ്രാർത്ഥനയ്ക്ക് 2 ഭാഗങ്ങളുണ്ട്. ഏതൊരു പ്രാർത്ഥനയ്ക്കും 2 ഭാഗങ്ങൾ
പ്രാർത്ഥനയുണ്ട്. പടച്ചോനെ എനിക്ക് സ്വർഗം തരണേ എന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥന കൊണ്ട് മാത്രമായില്ല, സ്വർഗം കിട്ടാനുള്ള പണി ഞാൻ എടുക്കണം. അള്ളാഹുവിനെ എന്നെ നരകത്തുനിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞതുകൊണ്ടായില്ല, നരകത്തുനിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ പണി ഞാൻ എടുക്കണം. ഏതൊരു പ്രാർത്ഥനയ്ക്കും രണ്ട് ഭാഗമുണ്ട്. എന്റെ കുട്ടിയെ അള്ളാഹുവെ നീ ഒരു നല്ല ബുദ്ധിയുള്ള മകനായി മാറ്റണേ, നല്ല കൂട്ടുകെട്ടുള്ള കുട്ടിയായി മാറ്റണേ, ഒരു സൽസ്വഭാവമുള്ള കുട്ടിയായി മാറ്റണേ. എന്റെ കുട്ടി പഴച്ചു പോകല്ല റബ്ബേ, എന്റെ കുട്ടി നശിച്ചു പോകല്ല റബ്ബേ, എന്റെ കുട്ടി നാടിന് ആപത്ത് വരുത്തുന്ന ഒരു കുട്ടിയായി മാറല്ല റബ്ബേ എന്നൊക്കെ നിരന്തരം പ്രാർത്ഥിക്കുന്നു നമ്മള്. അതിന്റെ രണ്ടാമത്തെ ഒരു പാർട്ട് അതിനുവേണ്ടിയുള്ള പണിയെടുക്കലാണ്. അള്ളാഹുവേ എന്റെ മകൻ വിദേശത്തേക്ക് പോവുകയാണ്, ഗൾഫിലേക്ക് പോവുകയാണ്, സുരക്ഷിതമായി അവിടെ എത്തിക്കണേ റബ്ബേ. നമ്മളങ്ങനെ പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ആ കുട്ടി വീട്ടിൽ തന്നെ ഇരുന്നാലോ? അല്ല, അവന് വീട്ടിൽ നിന്ന് ഇറങ്ങണം, എയർപോർട്ടിൽ പോകണം, ഫ്ലൈറ്റ് കയറണം, അവൻ യാത്ര ചെയ്യണം. അത് ആ പ്രാർത്ഥനയുടെ കൂടെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട ഒരു പാർട്ടാണ്. ആ യാത്രയിൽ അപകടം പറ്റാതെ റബ്ബിന്റെ സുരക്ഷിതത്വത്തോടുകൂടെ അവിടെ എത്തുക. അതാ പടച്ചോൻ ചെയ്യുക. നമ്മൾ പ്രാർത്ഥിച്ചോടുകൂടെ വീട്ടിന്റെ അകത്തിരിക്കുന്ന കുട്ടിയെ അത്ഭുതകരമായി കാറ്റ് വന്ന് എടുത്തുകൊണ്ടുപോയിട്ട് കത്തങ്ങളിലേക്ക് കൊണ്ടുപോകും എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ സൽസ്വഭാവം ഉണ്ടാകണേ, നല്ല കുട്ടിയാകണേ എന്നൊക്കെ പറയുമ്പോ ആ നല്ല കുട്ടിയായി മാറാൻ, സൽസ്വഭാവം ഉണ്ടാകാൻ നമ്മുടെ ഒരു പാർട്ടുണ്ട്. ആ പാർട്ട് ആ കുട്ടിക്ക് ഖുർആൻ പഠിക്കുക എന്നുള്ളതാണ്. എന്താണ് അതിന്റെ സംവിധാനം? എന്താണ് നമ്മുടെ കുട്ടിക്ക് ഖുർആൻ പഠിക്കാൻ നമ്മുടെ വീട്ടിലുള്ള സംവിധാനം എന്താണ്? എന്റെ കുട്ടിക്ക് 18 വയസ്സായി, 19 വയസ്സായി, 22 വയസ്സായി, 25 വയസ്സായി എന്നൊക്കെ പറയും നമ്മൾ ആൺകുട്ടികളെ കുറിച്ചും പെൺകുട്ടികളെ കുറിച്ചും. നിങ്ങളുടെ കുട്ടിക്ക് ഫാത്തിഹ സൂറത്തിന്റെ അർത്ഥം അറിയുമോ? ഞാൻ എന്നോട് ചോദിക്കുകയാണ്. 4 മക്കളില്ലേ? 4 മക്കൾക്ക് ഫാത്തിഹ സൂറത്തിന്റെ അർത്ഥം അറിയോ? നിങ്ങളുടെ കുട്ടിക്ക് മുഅവ്വദത്തൈൻ എന്താണ് എന്നറിയോ? ഞാൻ എന്നോട് ചോദിക്കാൻ. സൂറത്തുൽ ഇഖ്ലാസിന്റെ അർത്ഥം പൂർണ്ണമായി ഓതി പറയാൻ പറഞ്ഞാൽ നിന്റെ കുട്ടി പറയുമോ? ഞാൻ എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ ആയത്ത് ഓതി അർത്ഥം പറയാൻ എന്റെ കുട്ടിക്ക് കഴിയുമോ? നിങ്ങളുടെ കുട്ടിക്ക് കഴിയുമോ? എന്ത് സംരക്ഷണത്തെക്കുറിച്ചാണ് അള്ളാഹിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? ഖുർആൻ കുട്ടികൾക്ക് നന്നായി പഠിപ്പിച്ചു കൊടുത്തിട്ട് ഖുർആനിന്റെ കൂടെ നിർത്തിയിട്ട് എന്റെ കുട്ടിക്ക് ഖുർആൻ മനപ്പാടുണ്ട്, 10 സൂറത്തുകൾ എന്റെ കുട്ടിക്ക് അറിയാം, കുറെ ആയത്തുകൾ എന്റെ കുട്ടികൾ അറിയാം, എന്റെ കുട്ടി ഫാത്തിഹ സൂറത്തിന്റെ മുഴുവനും തഫ്സീർ വായിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, കുട്ടികളെ ഖുർആനിന്റെ കൂടെ നിർത്തിയിട്ട് പടച്ചോനെ എന്റെ കുട്ടിനെ സംരക്ഷിക്കണേ, എന്റെ കുട്ടിക്ക് നല്ല ബുദ്ധി കൊടുക്കണേ, അള്ളാഹു എന്റെ കുട്ടിയെ സഹായിക്കണേ. ഒരു പ്രവർത്തനത്തോടൊപ്പമാണ് പ്രാർത്ഥന ഉണ്ടാകേണ്ടത്. നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മുടെ ഒരു പാർട്ട് ചെയ്തു വെച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾക്കാണ് അള്ളാന്റെ മുമ്പിലേക്ക് കൈകൾ ഉയർത്തേണ്ടത്. എന്താണ് ഖുർആനുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുട്ടികളുടെ ബന്ധം എന്താണ്? വെറുതെ മനഃപ്പാടമാക്കുന്നതിനെ കുറിച്ചോ മദ്രസയിൽ പഠിക്കുന്ന പ്രായത്തിൽ അവർ ഓതിപ്പോകുന്നതിനെ കുറിച്ചോ അല്ല ഞാൻ പറയുന്നത്. നമ്മുടെ കുട്ടികളുടെ മനസ്സിനകത്ത് ഖുർആൻ ഉണ്ടാകണം. ആൺകുട്ടിക്കാണെങ്കിലും പെൺകുട്ടിക്കാണെങ്കിലും അവർക്ക് നന്നായി ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തിട്ട് ആ പെൺകുട്ടി ഒന്ന് പഴച്ചു പോകുന്നത് നമ്മളൊന്ന് കാണുക. നല്ല ഉദ്ദേശത്തോടുകൂടെ, നല്ല പ്രാർത്ഥനയോടുകൂടെ എന്റെ പെൺമക്കൾക്ക് സുരക്ഷിതത്വം കൊടുക്കണേ റബ്ബേ എന്ന് പ്രാർത്ഥിച്ചിട്ട് പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുകളും ആയത്തുകളും കുട്ടികൾക്ക് നന്നായി അർത്ഥസഹിതം പഠിപ്പിച്ച് അത് പഠിക്കാനുള്ള ഒരു സംവിധാനം പെൺമക്കൾക്കും ആൺകുട്ടികൾക്ക് ഏർപ്പാടാക്കിയിട്ട് ആ കുട്ടികൾ നശിച്ചു പോകുന്നതും പഴച്ചു പോകുന്നതും നമുക്കൊന്ന് കാണുക. ഇന്ന ഹാദൽ ഖുർആൻ, അള്ളാന്റെ ഉറപ്പാണിത്, പടച്ചോൻ പറയുന്ന തരുന്ന ബലമാണിത്, അള്ളാഹു നമുക്ക് തരുന്ന ധൈര്യമാണിത്. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. അത് നിങ്ങളുടെ കുട്ടിയാണെങ്കിലും എന്റെ കുട്ടിയാണെങ്കിലും അറബികളുടെ കുട്ടിയാണെങ്കിലും അമേരിക്കയിലെ കുട്ടിയാണെങ്കിലും ഒക്കെ ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. ഖുർആൻ കൂടെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതിലേക്കാണ് അവന്റെ സഞ്ചാരം ഉണ്ടാവുക, അവന്റെ യാത്ര ഉണ്ടാവുക. ഖുർആൻ കൂടെ ഉണ്ടാകണം എന്ന തീരുമാനമാണ് പരിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാകേണ്ടത്. വരാൻ പോകുന്ന ഒരു തലമുറക്ക് ഇതൊരു സാമൂഹ്യമായ ദൗത്യമായിട്ട് നമ്മൾ ഏറ്റെടുക്കണം. വരാൻ പോകുന്ന ഒരു തലമുറക്ക്, കൗമാരപ്രായത്തിലുള്ളവർക്ക്, ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് അർത്ഥസഹിതം ആശയസഹിതം എന്താണ് റബ്ബി പറയുന്നത് എന്നൊന്ന് മനസ്സിലാക്കാനുള്ള, അത് അവരുടെ മനസ്സിൽ, അവരെ മനഃപ്പാടമാക്കി അവരുടെ മനസ്സിൽ ഇട്ടുകൊടുക്കാനുള്ള, അത് മറ്റുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കാൻ മാത്രം കെൽപ്പും കരുത്തുള്ളവരായി നമ്മുടെ മക്കളെ മാറ്റിയാൽ ഖുർആനിന്റെ സ്വാധീനം കൊണ്ട് നമ്മുടെ മക്കൾ രക്ഷപ്പെടും. ഖുർആനിന്റെ സ്വാധീനം കൊണ്ട്
നമ്മുടെ മക്കൾക്ക് മാർഗദർശനം കിട്ടും. ഖുർആനിന്റെ സ്വാധീനം കൊണ്ട് നമ്മുടെ കുട്ടികൾ അപകടത്തിൽ പോയി ചാടാതെ ലോകത്തെവിടെയൊക്കെ പോയി അവർ താമസിച്ചാലും, നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ കുട്ടികൾ പഠിക്കാൻ ഞാൻ കോട്ടക്കൽ പോട്ടെ എന്നാ ചോദിക്കുക, 10ാം ക്ലാസ് കഴിയുമ്പോ പ്ലസ് 2 കഴിയുമ്പോ ഞാൻ തിരൂര് പോട്ടെ, ഞാൻ കോട്ടക്കൽ പോട്ടെ, എടപ്പാൾ ടൗണിൽ കോളേജിൽ പോട്ടെ എന്ന് ചോദിച്ച കുട്ടികള് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് പോകട്ടെ എന്ന് ചോദിച്ചൊരു തലമുറയെ കണ്ടുകൊണ്ടാണ് ഞങ്ങളൊക്കെ വളരുന്നത്. അത് കഴിഞ്ഞിപ്പോ നമ്മുടെ മക്കൾ 10ാം ക്ലാസ് കഴിയുമ്പോ അവർ ഗൂഗിൾ ചെയ്തു നോക്കുന്നത് കാനഡയിലെ കോഴ്സുകളെ കുറിച്ചാണ്, UK-യിലെ കോഴ്സുകളെ കുറിച്ചാണ്, US-ലെ യൂണിവേഴ്സിറ്റികളെ കുറിച്ചാണ്. ഈ ലോകം നമുക്ക് ആർക്കും നാലാള് വിചാരിച്ചിട്ട് പിടിച്ചു കെട്ടാവുന്ന, ഒതുക്കിക്കൂട്ടാവുന്ന, അടക്കി നിർത്താവുന്ന ഒരു ലോകത്തൊന്നുമല്ല. ലോകം ഇങ്ങനെ വളർന്നും വികസിച്ചും ഒരു വലിയ ഗ്രാമം പോലെ ലോകമായി മാറുന്ന ഒരു കാലത്ത് UK-യിൽ പഠിക്കണമെന്നും US-ൽ പഠിക്കണമെന്നും കാനഡയിൽ പോകണമെന്നും ജപ്പാനിൽ പോകണമെന്നും ചൈനയിൽ പോകണമെന്നും ഒക്കെ നാളത്തെ കുട്ടികൾ നമ്മുടെ വീട്ടിലെ നമ്മുടെ മക്കൾ പറയും. നിങ്ങൾ അവരോട് 10ാം ക്ലാസ് കഴിഞ്ഞാലുള്ള പദ്ധതി എന്താണെന്ന് ആൺകുട്ടിയോടല്ല, പെൺകുട്ടിയെ നിങ്ങളൊന്ന് ഇരുത്തിയിട്ട് 8 പഠിക്കുന്ന 9 പഠിക്കുന്ന നിങ്ങളുടെ മകളെയോ പേരക്കുട്ടിയോ ഒന്ന് അടുത്തിരുത്തിയിട്ട് 10ാം ക്ലാസ് കഴിഞ്ഞാൽ നിന്റെ പദ്ധതി എന്താണ് എന്നൊന്ന് ചോദിച്ചു നോക്ക് നിങ്ങൾ. അവര് പറയുന്ന രാജ്യം ഏതാണ് എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ലോകം അങ്ങോട്ട് വളരുമ്പോ ലോകത്തിന്റെ ഏത് കോണിലേക്ക് എന്റെ മകൻ പോയാലും മകള് പോയാലും പേരക്കുട്ടി പോയാലും ആ കുട്ടിക്ക് അള്ളാഹുമായി ഒരു ബന്ധമുണ്ടാകണം, അള്ളാന്റെ ഒരു പിടുത്തുണ്ടാകണം. ആ ഒരു തീരുമാനം ഉപ്പാക്കാണ് ആ തീരുമാനം ഉണ്ടാവും, ഉമ്മാക്കാണ് ആ തീരുമാനം ഉണ്ടാകേണ്ടത്. കുട്ടികളെ ഖുർആനിന്റെ കൂടെ കെട്ടി നിർത്താൻ പരിശുദ്ധ ഖുർആനും എന്റെ കുട്ടികളും തമ്മിൽ നല്ല ബന്ധമുണ്ട്. അള്ളാഹുവേ, എനിക്കേൽപ്പിക്കാവുന്ന ഏറ്റവും വലിയ സുരക്ഷിത സ്ഥാനമെന്ന് പറയുന്നത് നിന്റെ കയ്യിലാണ്. അള്ളാഹുവേ, നിന്റേതായി ഞങ്ങളുടെ മുമ്പിലുള്ളത് ഇതാ ഈ ഗ്രന്ഥമാണ്. ഞാൻ എന്റെ കുട്ടിയുടെ മനസ്സിനകത്ത് ഇതിന്റെ അർത്ഥം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, ഇതിന്റെ ആശയം എന്റെ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിന്റെ വചനങ്ങൾ എന്റെ കുട്ടിക്ക് മനഃപ്പാടമാക്കി കൊടുത്തിട്ടുണ്ട്. എന്റെ കുട്ടിയിൽ ഖുർആനുണ്ട്, എന്റെ കുട്ടി ഖുർആനിന്റെ കൂടെയുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, വാപ്പമാരെ, എന്നിത് പറയാൻ നമുക്കാകുമോ അന്നേ നമ്മുടെ കുട്ടികൾ നമുക്ക് ആശ്വാസം തരുള്ളൂ. അപ്പോഴേ കുട്ടികളെ കുറിച്ചുള്ള ആശങ്കയും ആവലാതിയും വേവലാതിയും ഇല്ലാതെ ജീവിക്കാൻ നമുക്ക് ഈ ലോകത്ത് സാധ്യമാവുകയുള്ളൂ. ഖുർആനിനോടൊരു ബന്ധമില്ലാത്ത ഏത് കോഴ്സും നമുക്ക് അന്യല്ല, ഒന്നും നമുക്ക് നിഷിദ്ധമല്ല, ഒന്നും ഹറാമല്ല. എന്തിനു പഠിച്ചോട്ടെ, ലോകത്തെല്ലായിടത്തും മക്കൾ എത്തണം, എല്ലാം പഠിക്കണം. ഏതൊക്കെ ഉയരത്തിലേക്ക് അവർ പറന്നു പോകുമോ അതിനൊക്കെ അവരുടെ കൂടെ നിൽക്കണം. പക്ഷെ അങ്ങനെ എത്ര ഉയരത്തിൽ പറക്കുമ്പോഴും അവന്റെ ഒരു കയറ് നമ്മുടെ കയ്യിലാണ്, അവന്റെ ഒരു കയറ് റബ്ബുമായുള്ള ഒരു ബന്ധമാണ് എന്ന ഒരു ഉറപ്പ് നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാകണം. അത് ഖുർആനുമായിട്ടുള്ള ഈ ഒരു ബന്ധം ചേർക്കലാണ്, ഒരു ബന്ധം ചാർത്തലാണ്. അത് ചെറിയ കുട്ടികൾ മുതൽ, ചെറിയ കുട്ടികൾ മദ്രസയിൽ പഠിപ്പിക്കുന്നത് മുതൽ മദ്രസ വിദ്യാഭ്യാസം കൊണ്ട് 5 കൊല്ലം കൊണ്ട് എന്താ കിട്ടുകയാണ് നമുക്കറിയാം. ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്. അത് കഴിഞ്ഞ് മുതിർന്ന കുട്ടികളാകുമ്പോൾ 10ലും 11ലും 12ലും ഒക്കെ പഠിക്കുമ്പോൾ കോളേജിൽ പഠിക്കുന്ന പ്രായത്തിൽ അവർക്ക് പരിശുദ്ധ ഖുർആൻ അടുത്തറിയാനും പഠിക്കാനും ഉൾക്കൊള്ളാനും അവരുടെ ജീവിതത്തിൽ പകർത്താനുള്ള ഒരു സംവിധാനം അതെവിടെയില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ അതുണ്ടാകണം. ഞാൻ അവസാനിപ്പിക്കാം. ഒരു വീട്ടിൽ, സുഹൃത്തിന്റെ വീട്ടിൽ ചെന്നപ്പോ ഭക്ഷണം കഴിക്കുന്ന ടേബിളിന്റെ അടുത്തൊരു വൈറ്റ് ബോർഡും ഒരു മാർക്കറും ഒരു ട്യൂഷൻ ക്ലാസിന്റെ സംവിധാനം കണ്ടപ്പോ ഞാൻ അവിടുത്തെ കുട്ടിയോട്, 5ാം ക്ലാസ് പഠിക്കുന്ന ആൺകുട്ടിയോട് ചോദിച്ചു, ഇതെന്താണ്, വല്ല ട്യൂഷൻ ക്ലാസ് എന്തെങ്കിലും അങ്ങനെ ഉണ്ടോ ഇവിടെ എന്ന് ചോദിച്ചപ്പോ അവൻ പറഞ്ഞില്ല, ഇത് ഉപ്പ മാത്രമാണ്. ഞാനിത് ഈ സദസ്സിലിരിക്കുന്ന മുഴുവൻ ഉപ്പമാരും ഉമ്മമാരെ കേൾക്കാൻ വേണ്ടി മാത്രമാണ് പറയുന്നത്. വീട്ടിൽ നിന്ന് ഉപ്പ മാത്രമാണ് ഇവിടെ അടുത്ത് നടക്കുന്ന ഖുർആൻ ലേണിംഗ് ക്ലാസ്സിൽ പങ്കെടുക്കുന്നത്. പാപ്പ ആ പങ്കെടുക്കുന്ന ക്ലാസ് വർക്കിംഗ് ഡേയ്സിലാണ്. അതുകൊണ്ട് ഉമ്മാക്കോ ഞങ്ങൾക്കോ, ഞങ്ങളെന്ന് പറയുന്നത് ആ കുട്ടിയും അതിന്റെ അനുജത്തിയും, ഞങ്ങൾക്കോ ഒന്നും ക്ലാസ്സിന് പോകാൻ കഴിയില്ല. അപ്പൊ വാപ്പ അവിടെ പോയി ക്ലാസ്സിൽ പങ്കെടുത്തിട്ട് 1 ആയത്തോ 2 ആയത്തോ ഒക്കെയാണ് എടുക്കുക. ആ ആയത്ത് കേട്ട് വന്നാൽ ഈ ബോർഡിൽ, വൈറ്റ് ബോർഡിൽ മാർക്കർ കൊണ്ട് ഉപ്പ ആയത്ത് എഴുതിയിടും. എന്നിട്ട് അതിന്റെ അമാനി മൗലിയുടെ പരിഭാഷ നോക്കിയിട്ട് അതിന്റെ അർത്ഥം എഴുതി വെക്കും. അടുത്ത ആഴ്ച ക്ലാസ്സിന് പോകുമ്പോഴൊക്കെ ആയത്തും അർത്ഥവും വാപ്പ മനപ്പാടാക്കും. ഞാനും മനപ്പാടാക്കും, മോളും മനപ്പാടാക്കും, അനിയത്തിയും മനപ്പാടാക്കും, ഉമ്മയും മനപ്പാടാക്കും. ഒരു കുടുംബം പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ അവർക്കുണ്ടാക്കിയ ഒരു സംവിധാനം. ആ കുട്ടി ഏറ്റവും അവസാനം പറഞ്ഞത്, സൂറത്തുൽ മുർസലാത്ത് എനിക്ക് മുഴുവൻ അർത്ഥസഹിതം മനപ്പാടമാണ്, അത് ഞാൻ ഇങ്ങനെ പഠിച്ചതാണ്. സൂറത്തുൽ മുർസലാത്ത് മുഴുവൻ എനിക്ക് അർത്ഥസഹിതം മനപ്പാടമാണ്, അത് ഞാൻ ഇങ്ങനെ പഠിച്ചതാണ്. ആ വാപ്പാക്ക് കൈകൾ ഉയർത്തിയിട്ട് പറയാം,
റബ്ബേ, ഞാൻ എന്റെ കുട്ടിയെ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്, എന്റെ കുട്ടിയെ സംരക്ഷിക്കണേ റബ്ബേ എന്ന് അയാൾക്ക് പറയാം. അതായത് അതിനുള്ള പണി അയാളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടുന്ന ഒരു ഉത്തരവാദിത്തം അയാൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് നമുക്ക് സംവിധാനങ്ങൾ ഉണ്ടാകണം. എവിടെയും ഒരു സംവിധാനമില്ലെങ്കിൽ നമ്മുടെ വീട്ടിനകത്ത് അതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തണം. നമുക്ക് ഖുർആൻ ഉണ്ടാകണം, നമ്മളോടൊപ്പം ഖുർആൻ ഉണ്ടാകണം, നമ്മൾ ഖുർആനിനോടൊപ്പം ഉണ്ടാകണം, കുടുംബത്തിൽ ഖുർആൻ ഉണ്ടാകണം, കുട്ടികളോടൊപ്പം ഖുർആൻ ഉണ്ടാകണം, കുട്ടികൾ ഖുർആനിനോടൊപ്പം ഉണ്ടാകണം. അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചും അനുസരിച്ചും പാലിച്ചും ജീവിക്കുന്ന സ്വാലിഹീങ്ങളിൽ, സദൂർത്തവാന്മാരിൽ, സജ്ജനങ്ങളിൽ കുടുംബസമേതം അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും റബ്ബ് നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. പരലോകത്ത് ചെല്ലുമ്പോൾ നമ്മെ പിരിഞ്ഞ മാതാപിതാക്കളുടെ, സഹോദരി സഹോദരന്മാരുടെ, ബന്ധുമിത്രാദികളുടെ കൂടെ പരലോകത്ത് സ്വർഗ്ഗത്തിൽ ഒത്തുകൂടാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തഖ്വയോടുകൂടെ ജീവിക്കാനും ഈമാനോടുകൂടെ മരണപ്പെടാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗികളായ സഹോദരി സഹോദരന്മാർ, വലിയ ആഗ്രഹം പരിശുദ്ധ റമദാനിൽ നോമ്പെടുക്കണം എന്ന വലിയ ആഗ്രഹമുണ്ടായിട്ടും പ്രായാധിക്യം കൊണ്ടും രോഗങ്ങളെ കൊണ്ടും നോമ്പെടുക്കാൻ കഴിയാതെ വിഷമിക്കുന്ന ഒരുപാട് സഹോദരന്മാർ, സഹോദരികൾ, നമ്മുടെ വല്യമ്മമാർ, വല്യപ്പമാർ, അള്ളാഹു എല്ലാവർക്കും ശാരീരികമായ സൗഖ്യങ്ങളും ശിഫയും പ്രദാനം ചെയ്യുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ.